നാം എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ജീവിതഗന്ധിയായ നാടൻ പാട്ടുകളുടെ ഒരു ശേഖരവുമായി മിന്നാമിനിങ്ങിന്റെ മറ്റൊരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മിന്നാമിനിങ്ങിലേക്ക്. Welcome to Minna Minanga, powered by Lakshmi Jewelry and celebrated by Easter. മിന്നാ മിനിങ്ങിന്റെ ഈ ഒരു പുതിയ അധ്യായം നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ. കുപ്പസ്വാമി സർ സ്വാഗതം. മഗതി മാം സ്വാഗതം. നാദർഷിക വെൽക്കം. വെൽക്കം ജഡ്ജസ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം നമുക്ക് അകമ്പടി സേവിക്കുന്ന നമ്മുടെ കലാകാരന്മാരെ. ഒപ്പം നിങ്ങൾ ഓരോരുത്തരെയും മിന്നാമിനിങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു മിന്നാമിനിങ്, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കോ. ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആരാണെന്ന് നോക്കാം. സുരേഷ് പള്ളിപ്പാറയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം സുരേഷിനെ മിന്നാമിനിങ്ങിലേക്ക്. സുരേഷ്, ഹായ്. ഫസ്റ്റ് പെർഫോമൻസ് ആണ്. അതെ അതെ. എനിക്ക് ചെറിയൊരു അസൂയ തോന്നുന്നു മുടിയിൽ. എന്താണ് ഈ മുടിയുടെ രഹസ്യം? മുടിയുടെ രഹസ്യം എന്ന് പറഞ്ഞാല് ഒന്നുമില്ല, കുശുമ്പ് അസൂയൊന്നുമില്ല. അങ്ങനെ പറയുമ്പോ കഷണ്ടി ഉള്ളവര് ശരിക്കും പറഞ്ഞ എടുത്തിട്ട് ഇടിക്കും. സൂക്ഷിച്ചു വേണം അത് പറയാൻ. മുടി ഇല്ലാത്തവർ ഇടിക്കും. അപ്പം എന്തായാലും ആൽബം സോങ് റൗണ്ട് ആണ്. ഏത് പാട്ടാ പാടുന്നത്? ഞാൻ കാക്കക്കറുമ്പി എന്ന ആൽബത്തിലെ സന്നിധാനം പാടിയ ആടാടാടാട് ആടാടും ദേവികളെ എന്നുള്ളൊരു പാട്ട്. അപ്പൊ ഇവിടെ ഒരു ആട്ടം പ്രതീക്ഷിക്കാം. തീർച്ചയായും. അപ്പൊ നമുക്ക് ആ ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയാക്കാം. പെർഫോമൻസിലേക്ക് പോവാം. താങ്ക് യു. ആടാടാടാട് ആടാടും ദേവികളെ ആടാടും ദേവിയോൾക്ക് എന്തൊരഴകാണ്. 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 കുമ്പങ്കുരുത്തോല ആടിക്കളിക്കണുണ്ടേ ഞങ്ങളെ കാത്തുകൊള്ളണേ കാവിലമ്മ ദേവിയേ. ആടാടാടാട് ആടാടും ദേവികളെ ആടാടും ദേവിയോൾക്ക് എന്തൊരഴകാണ്. മാറിലൊരു മാർത്താലി കെട്ടിച്ചുറ്റാടുമ്പളേ എന്തൊരു മെയ്യഴകാണ് ആടാടും ദേവിയൊഴുക്ക്. ആടാടാടാട് ആടാടും ദേവികളെ ആടാടും ദേവിയോൾക്ക് എന്തൊരഴകാണ്. കാലിലൊരു കാൽച്ചിലമ്പ് കെട്ടിച്ചുറ്റാടുമ്പളേ എന്തൊരു മെയ്യഴകാണ് ആടാടും ദേവിയൊഴുക്ക്. ആടാടാടാട് ആടാടും ദേവികളെ ആടാടും ദേവിയോൾക്ക് എന്തൊരഴകാണ്. മാക്കനാരേ മാക്കനാരേ മാക്കനാൽ മകനേ ഇക്കൊരു വട്ടമൂടി സ്ത്രീധനം തന്നൊടുത്തു. ആടാടാടാട് ആടാടും ദേവികളെ ആടാടും ദേവിയോൾക്ക് എന്തൊരഴകാണ്. തെക്കേലെ ചക്കി മാമയ്ക്ക് വയ്യാന്നും പറഞ്ഞു കുഞ്ഞോളുടെ അപ്പ നിങ്ങട് ഊതാൻ പോയേ. തെക്കേലെ ചക്കി മാമിക്ക് വയ്യാന്നും പറഞ്ഞു കേട്ട് കുട്ടിയോടെ അപ്പനങ്ങട് ഊതാൻ പോയി. ആ തെക്കേലെ ചക്കി മാമയ്ക്ക് വയ്യാന്നും പറഞ്ഞു കുഞ്ഞോളുടെ അപ്പ നിങ്ങട് ഊതാൻ പോയേ. തെക്കേലെ ചക്കി മാമിക്ക് വയ്യാന്നും പറഞ്ഞു കേട്ട് കുട്ടിയോടെ അപ്പനങ്ങട് ഊതാൻ പോയി. ആ കക്കൂറുകിട്ടും വയ്യ മൂക്ക് കാടിച്ചിട്ടും വയ്യ കുഞ്ഞോളുടെ അപ്പ നിങ്ങട് കാണാനൂല. തെക്കേലെ ചക്കി മാമിക്ക്
പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. പാട്ട് തുടങ്ങിയപ്പോൾ വളരെ സട്ടിലായിട്ട് തുടങ്ങി. പിന്നെ ഒരു കാവടി ഇരിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു ഞങ്ങൾക്ക്. ഒരു ഇമാജിനറി ഒരു കാവടി ഉള്ള പോലെ ഇങ്ങനെ വട്ടമൊക്കെ കറങ്ങി. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പാട്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇനി ജഡ്ജസ് ഹാപ്പി ആണോ എന്നുള്ളത് അവരുടെ അടുത്ത് ചോദിക്കണം. ആദ്യം നമുക്ക് ചോദിക്കാം. നാദർഷക്ക. സുരേഷ് നന്നായിരുന്നു. സുരേഷ്, താങ്ക് യു സർ. താങ്ക് യു. ഒരു സ്റ്റേജ് പെർഫോമൻസ് അതിന്റെ ഫുൾ പവർ ഇവിടെ ഉണ്ടായിരുന്നു. താങ്ക് യു സർ. സ്റ്റേജിൽ നമ്മൾ എങ്ങനെ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ പറയുന്ന പോലെ ഈ ശ്രുതി, താളം ഇതെല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് അത് പെർഫോമൻസ് സൈഡിൽ നിങ്ങൾ ഒരു കാഴ്ച ദൃശ്യവിരുന്ന് കൂടിയായിരുന്നു. അപ്പോൾ നമ്മൾ കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റേജിലേക്ക് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് അപൂർവം ചില പാട്ടുകളും ചില പാട്ടുകാർ ഒക്കെയാണ് നമ്മൾ ആകർഷിക്കുന്നത്. അതുപോലത്തെ ഒരു സ്റ്റേജ് പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ട്. എല്ലാ സിംഗേഴ്സിനും ഇല്ലാത്തതാണ് സ്റ്റേജ് പ്രസൻസ്. ആ പ്രസൻസ് ഉള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. സുരേഷ് ആ ഒരു ഡാൻസ് കളിച്ചു, ഇടയ്ക്ക് തലക്കെട്ട് ഇങ്ങോട്ട് ആട്ടി ബഹളം ഉണ്ടാക്കി. അതിനിടയിൽ കുറെ ലിറിക്സും കാര്യങ്ങളൊക്കെ മിസ്സിങ് ഉണ്ടായിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നില്ല. അതൊക്കെ പോണെങ്കിൽ പോട്ടെ എന്നുള്ള ധാരണയിലായിരുന്നു അല്ലേ? നല്ല ഒരു പവർഫുൾ ആയിരുന്നു സോങ്. സിംഗിങ് നല്ല പവർഫുൾ ആയിരുന്നു. താങ്ക് യു അക്ക. മഗതി മാം. സുരേഷ്, ഹായ്. സുരേഷിന് ഇതൊന്നും വലിയ കാര്യമല്ല, റൈറ്റ്? സുരേഷ് സ്റ്റേജിൽ കയറിയ ഒരു വെടിക്കെട്ട് പെർഫോമൻസ് അല്ലാണ്ട് വേറൊന്നും കുറവായിട്ടൊന്നും ഉണ്ടാവില്ല. നല്ല പെർഫോമൻസ് ആയിരുന്നു സുരേഷ്. നന്നായി പാടുകയും ചെയ്തു. എനിക്ക് പാട്ടിലും ഐ എം വെരി ഹാപ്പി. സുരേഷിന്റെ സിഗ്നേച്ചർ സ്റ്റെപ്സ് ആണ് ഇങ്ങനെ കറങ്ങുന്നതും കാല് വെച്ചിട്ട് പിന്നെ മുടി അഴിച്ചിടുന്നതും എല്ലാം. അത് സുരേഷിന്റെ എല്ലാ പാട്ടുകളിലും ഉണ്ടാവുന്ന സിഗ്നേച്ചർ. ഈ ചില ഹോട്ടലിലൊക്കെ പോകുമ്പോൾ സിഗ്നേച്ചർ ഡിഷസ് ഉണ്ടാവും, അവരുടെ സ്പെഷ്യാലിറ്റി. അതുപോലെ സുരേഷിന്റെ സ്പെഷ്യാലിറ്റി അതൊക്കെ. നന്നായി പാടി സുരേഷ്. നൈസ് ചേഞ്ച് ഓവർ, നല്ല പാട്ട് സെലക്ഷൻ. കുറെ എലിമെന്റ്സ് ഉണ്ടായിരുന്നു, ചേഞ്ച് ഓവേഴ്സ് കുറെ ഉള്ള കാരണം ഒരു എന്താ പറയാ, ഒരു മൊനോട്ടണി, ഒരേപോലെയുള്ള ഒരു പാട്ട് അങ്ങനെ അല്ലാണ്ട് കുറെ വേരിയേഷൻസ് ഉണ്ടായിരുന്നു, വിച്ച് ഇസ് നൈസ്. ഓക്കെ, താങ്ക് യു മാം. കുപ്പുസ്വാമി സർ. സുരേഷിന്റെ പാട്ട് തിരിച്ച പാട്ട്, ചുനയിലാട്ടിന്റെ സോമ്പൽ മുറിച്ച പാട്ട്. താങ്ക് യു സർ. അത് നല്ല ഒരു റിമോട്ട് വില്ലേജിന്റെ നാടൻ പാട്ട് നിങ്ങൾ പാടിയ പാട്ട് ഞാൻ അറിഞ്ഞ്. நல்ல அந்த நாடன் பாட்டுகள்கிட்ட ஜீவன் பாடல் இருக்கு. ஒரு விஷயம், இந்த மைக் பிடிக்கும்போது 4 இன்ச் கேப் விட்டு நீங்கள் மைக் வைக்கணும். கத்தி பாடுதல் என்பது வேறு, ஸ்வீட்டா பாடுறது என்பது வேறு. நீங்க எவ்வளவு சவுண்டு கொடுத்தாலும் ஓப்பன் வந்தாலும் ஸ்வீட் குறையக்கூடாது, ஸ்வீட் இருக்கணும். அப்படி நீங்கள் வாய்ஸை ட்ரெயின் அப் பண்ணுவோம், அது பெட்டர். பட் பெட்டர் வாய்ஸ், பெட்டர் நாலேஜ். பட் நீங்கள் பாட்டு பாதி, நீங்கள்ட பாடி லாங்குவேஜ் பாதி. அப்படி இருக்கும்போது நீங்கள் அந்த வாய்ஸை ஸ்வீட்டாக கொண்டு வரதுக்கான முயற்சி. எவ்வளோ உரைக்க பாடினாலும் திறந்து பாடினாலும் வெளிவருன பாட்டு ஸ்வீட்டாக இருக்கும். ஏன்னா അത് മനസ്സിലായി. താങ്ക് യു സർ. ജഡ്ജസ് നല്ല കമന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇടയ്ക്ക് സജഷൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അതെന്തായാലും കറക്റ്റ് ചെയ്ത് അടുത്ത റൗണ്ട്സിൽ നന്നായിട്ട് പോവുക. പിന്നെ നമുക്ക് മാർക്സ് അറിയണം. മാർക്സ് എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? സാധാരണ സുരേഷാണ് ഇവിടെ ഇരിക്കണമെങ്കിൽ എത്ര തരും? എത്ര കൊടുക്കും? 30-ല് എത്ര? സുരേഷിന്റെ പെർഫോമൻസിന് എത്ര കൊടുക്കും? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. 28 ആണോ? എന്നാ 28. മഗതി മാം 28. കുപ്പുസ്വാമി സർ 28. 28. മൂന്ന് പേരും 28. ടോട്ടൽ മേക്സ് 84. അപ്പോൾ 84 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സുരേഷ് നല്ല മാർക്സ് കിട്ടി. ഇനി വരുന്ന റൗണ്ട്സിലും ഇതുപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജഡ്ജസ് പറഞ്ഞ കമന്റ്സ് എല്ലാം കേട്ടല്ലോ. അപ്പം അതിനനുസരിച്ച് ഗ്രൂം ചെയ്യുക. നല്ല ഒരു അടുത്തുള്ള റൗണ്ട്സിലെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ സുരേഷ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ സുരേഷിന്റെ അടിപൊളി ഒരു പെർഫോമൻസ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇനി നമ്മളെ കാത്ത് അടിപൊളി ഒരു പെർഫോമൻസ് ആണ്. അടിപൊളി എന്ന് പറയുമ്പോൾ ആരും സംശയിക്കേണ്ട, അടിപൊളി റൗണ്ട് അല്ല, മെലഡി റൗണ്ട് ആണ്. അപ്പോൾ ആ മെലഡി റൗണ്ടുമായി നമ്മുടെ അടുത്തെത്തുന്നത് ഗൗരിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഗൗരിയെ. ഗൗരി ചേച്ചി, മെലഡി റൗണ്ട് ആണ്. അപ്പോൾ സൂപ്പർ ഡ്രസ് ആണ്. Thank you. ആരുടെ സെലക്ഷനാ? ഇത് അമ്മയുടെ.
അമ്മയുടെ സെലക്ഷൻ. എനിക്കൊന്ന് ഇവിടെ വരുന്ന കണ്ടസ്റ്റൻസ് എല്ലാം അമ്മമാരാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും സജഷൻ പറയാറുണ്ടോ? ഈ കളർ വേണം, എനിക്ക് ഇങ്ങനത്തെ മോഡൽ വേണം, അങ്ങനെ വല്ലതും പറയാറുണ്ടോ? കാണുമ്പോ ചോദിക്കുമ്പോ ഇഷ്ടപ്പെടുന്നത് എടുക്കും. അപ്പൊ അത് മാറ്റി നിർത്തിയിട്ട് ഇപ്പം മെലഡി റൗണ്ട് ആണ്, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമുക്ക് പോവാം. ഏത് പാട്ടാ പാടുന്നത്? പുഞ്ചവയൽ. പുഞ്ചവയൽ. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ, നല്ല കോൺഫിഡന്റ് ആണ്. വിത്ത് കോൺഫിഡൻസ് ഗോ അഹെഡ്. താങ്ക് യു. പുഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കളുടെ പാട്ട്. പുഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കളുടെ പാട്ട്. പാട്ടിന് താളമടിക്കണ മാടത്തിൽ പുലയന്റെ കരള്, കരളിന്റെ കരളില് പാട്ട് നെയ്യണ തങ്കക്കിനാവ്. പാട്ടിന് താളമടിക്കണ മാടത്തിൽ പുലയന്റെ കരള്, കരളിന്റെ കരളില് പാട്ട് നെയ്യണ തങ്കക്കിനാവ്. പുഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കളുടെ പാട്ട്. പുഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കളുടെ പാട്ട്. ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കളുടെ പാട്ട്. പുഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കളുടെ പാട്ട്.
പുഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കളുടെ പാട്ട് പുഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കളുടെ പാട്ട് ഗൗരി ശരിക്കും മെലഡിയോസ് ആയിരുന്നു. കാരണം ഒരു മണ്ണിന്റെ മണമുള്ള പാട്ടായിരുന്നു. ഒരു വയലിലൂടെയൊക്കെ പോയി ഒരു കൊയ്ത്തൊക്കെ നടക്കുന്ന ഒരു സ്ഥലം, ഒരു കൃഷി നടക്കുന്ന ഒരു സ്ഥലത്തൂടെ പോയിട്ട് ആ ഒരു പാട്ട് കേൾക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. ശരിക്കും ആ കുട്ടനാട് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റും. കൊയ്ത്തിന്റെ സമയത്തൊക്കെ കൊയ്ത്ത് പാട്ടുണ്ട്. അതുപോലൊരു കൃഷി സ്ഥലത്ത് നമ്മൾ പോയി കേട്ടൊരു പാട്ടിന്റെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് ഓർക്കസ്ട്ര പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഇവിടെ ബേസിലെ ഗിറ്റാറായിരുന്നു ആദ്യം ശ്രദ്ധിച്ചത്. കാരണം അത് ശ്രുതി സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ ഒരു ടോൺ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ബേസിൽ നിന്ന്, അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ ഓരോരുത്തരും ഇപ്പൊ ഇവിടെ ഒരാളെ ഞാൻ കണ്ടു, ഇപ്പൊ ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ആരംഭിൽ എത്രല്ല പഠിക്കുന്നത്? 10th-ലാണ്. ഇപ്പൊ ആദ്യം കണ്ടപ്പോ ഈ ഇൻസ്ട്രുമെന്റ്സ് മാത്രമേ കണ്ടുള്ളൂ, ആളെ കണ്ടില്ല. അതാ ഞാൻ ചോദിച്ചത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഇടയ്ക്ക് ഇവിടെ ഇരുന്ന് വായിക്കുന്നത് ഞാൻ കണ്ടു. എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഏതാണ്ട് കവർ ചെയ്തോ ഇപ്പൊ? ആള് ഇതില് കാണുന്ന കോൺഫിഡൻസ് ഒന്നും സംസാരിക്കുമ്പോ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇതില് പുലിയാണ് ഈ പറഞ്ഞ മാതിരി. അതൊരു കൊളോക്കിയലായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു പുലി തന്നെയാണ് ആള്. നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും കാണും. അദ്ദേഹം അതിലിരിക്കുമ്പം ഈ പറയുന്ന ആളൊന്നും അല്ല, ഈ സംസാരിക്കാൻ കാണിക്കുന്ന മടിയൊന്നും ഇതിലൊന്നും കാണിക്കാറില്ല. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു, എല്ലാവരും നന്നായിരുന്നു. ഇനി നമുക്ക് അതിന്റെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് പോകാനുണ്ട്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം ഗൗരിയുടെ കമന്റ്സിനെ കുറിച്ച്. കുപ്പുസ്വാമി സാർ, அந்த ஃபர்ஸ்ட் ஒரு ஆலாபம் இருந்துலே அதை பாடுங்க. காற்றிலே மிதந்து வரும் கௌரியின் பாட்டு, காதோரம் செய்திகள் சொல்லுற பாட்டு. காற்றிலே மிதந்து வர கௌரியின் பாட்டு, காதோரம் செய்திகளே சொல்லுற பாட்டு. சேத்திலே நாத்து நடுகிற பாட்டு, சிரமங்களை காணாது போக்குற பாட்டு. மக்கள் இசை பாட்டு இது மண்ணு தந்த பாட்டு. மக்கள் இசை பாட்டு இது மண்ணு தந்த பாட்டு. தன்னிகரில்லா பாட்டு மக்கள் தந்ததிந்த பாட்டு. சூப்பர், தேங்க்யூ சார். அப்படியே ரொம்ப அருமையானது. அந்த பின்னாடி அந்த ഞങ്ങള് ജഡ്ജസ് പോലും താളവും മേളവും ഇട്ടവർ ഗംഭീരമാക്കിയ പാട്ട്. നന്നായിരുന്നു. ഇതിന്റെ കൂടെ തന്നെ ഓർക്കസ്ട്ര നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. മോള് നന്നായിട്ട് പാടി. പിന്നെ ഈ ഉറക്കെ പാടുമ്പോൾ ശ്രുതി ചേർത്ത് പാടാനും നന്നായിട്ട് സുഖിപ്പിച്ച് പാട്ട് പാടാനും ശീലിക്കണം കേട്ടോ. ഇപ്പോൾ 2-3 പാട്ടുകാരുടെ അടുത്ത് നമ്മളിങ്ങനെ ഓപ്പൺ ത്രോട്ടിൽ പാടുമ്പോൾ പോലും നമുക്ക് ഒന്ന് ശ്രുതി ചേർത്ത് പാടാനായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ കുറെ കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു അക്ക. നിങ്ങളൊക്കെ ഭയങ്കര ലക്കിയാണ്. കാരണം എന്താ പറയുക, ജഡ്ജസ് ഒക്കെ നിമിഷം കൊണ്ട് ഓരോരോ കവിത, പാട്ടുകളെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ഒക്കെ കവിത പാടുകയാണ്. അതിന് വലിയൊരു ഭാഗ്യം ശരിക്കും പറഞ്ഞാൽ കിട്ടാനില്ല. നിമിഷ കവികളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം എന്തായാലും ഇനി നമുക്ക് എന്റെ സീരിയസ് പോയിന്റിലേക്ക് പോകാം. മാർക്സ് ചോദിക്കാം. குப்புசாமி சார், எல்லாரும் வந்து கன்செஷன் வரும்போது ஒருத்தர் பாடுவார். நான் கௌரிக்கு 2 பேர் பாடியிருக்கேன். அதனால 28 தரம். ஓ, താങ്ക് യു സർ. മഗതി മാം 28 ഗൗരി. താങ്ക് യു മാം. നാദിർഷക്ക 28. താങ്ക് യു ജഡ്ജസ്. അപ്പൊ ഗൗരി ടോട്ടൽ ഔട്ട് ഓഫ് 90
84 മാർക്സ് ആണ്. നല്ല മാർക്സ് ആണ്. ഹാപ്പി അല്ലേ? കാരണം ഇത്രയും നല്ല കമന്റ്സ് പറഞ്ഞു, നന്നായിട്ട് പെർഫോം ചെയ്യാൻ തന്നെ പറ്റി. അപ്പൊ ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ അടുത്തൊരു ചലഞ്ചാണ്. കാരണം അടുത്ത സ്റ്റേജസിലും ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഡു വെൽ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. വാക്ക് ഞാൻ പാലിക്കുകയാണ്. അടുത്തതായി വരുന്നത് മണിച്ചേട്ടന്റെ സൂപ്പർ ഹിറ്റ് സോങ് ആണ്. നമുക്കറിയാം മണിച്ചേട്ടന്റെ ഏത് പാട്ടെടുത്താലും നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നുക സാധാരണമാണ്. അപ്പൊ മണിച്ചേട്ടന്റെ ഒരു സൂപ്പർ ഹിറ്റ് സോങ്ങുമായിട്ട് അടുത്തതായി എത്താൻ പോകുന്നത് ശ്യാം എസ് പള്ളത്താണ്. നമുക്ക് വെൽക്കം ചെയ്യാം ശ്യാമിനെ. ശ്യാം, മണിച്ചേട്ടന്റെ സൂപ്പർ ഹിറ്റ് പാട്ടാണ്. ഏത് പാട്ടാണ്? ഞാനും എന്റെ അളിയനും കൂടിയാണ് പാട്ട്. ഞാനും എന്റെ അളിയനും കൂടി. ഒറ്റയ്ക്കേ ഉള്ളൂ അതോ ഇനി അളിയന്മാരാരെങ്കിലും വരുമോ പാടി തുടങ്ങും? വരും. അപ്പൊ ഞങ്ങൾ അത് പ്രതീക്ഷിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടുക. താങ്ക് യു. കൂട്ടി വീട്ടുവരമ്പേ പോകുമ്പോ വീട്ടുവരമ്പത്തൊരു ജനത്തണ്ടൻ, ആ ജനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് വാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുപടി പോലൊരു കുറുപടി കൊണ്ട് എന്റെ അമ്മോസന് വന്നേ. ഞാനോന്റെ അളിയന് കൂട്ടി വീട്ടുവരമ്പേ പോകുമ്പോ വീട്ടുവരമ്പത്തൊരു ജനത്തണ്ടൻ, ആ ജനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് വാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുപടി പോലൊരു കുറുപടി കൊണ്ട് എന്റെ അമ്മോസനും വന്നേ. ആ വെള്ളക്കാരൻ സായിപ്പം റാട്ടൻ വല്ലാത്തൊരു സൂത്രക്കാരൻ തേർട്ട പോലൊരു തീവണ്ടല്ലേ കൂകിപ്പായണത്. അന്നക്കാട്ടും വല്യോനാണ്ടാ കുണ്ടാട്ടാര കുഞ്ഞൈപ്പേട്ടൻ അന്ന ഞമ്മള് കൊണ്ടോകും കോയമ്പത്തൂര്. അന്നക്കാട്ടും വല്യോനാണ്ടാ കുണ്ടാട്ടാരൻ കുഞ്ഞൈപ്പേട്ടൻ അന്ന ഞമ്മള് കൊണ്ടോകും കോയമ്പത്തൂര്. എന്നോട് കളിക്കണ്ട, നീ എന്നോട് കളിച്ചാ നമ്മള് കെട്ടുകെട്ടിക്ക്. അട്ടക്കുണ്ടില കണ്ടിച്ച എന്നോട് കളിക്കണ്ട, നീ എന്നോട് കളിച്ചാ നമ്മള് കെട്ടുകെട്ടിക്ക്. ഞാനോന്റെ അടിയന് കൂടി വീട്ടുവരമ്പേ പോകുമ്പോ വീട്ടുവരമ്പത്തൊരു ജനത്തണ്ടൻ, ആ ജനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് വാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുപടി പോലൊരു കുറുപടി കൊണ്ട് എന്റെ അമ്മോസന് വന്നേ. ഞാനോന്റെ അളിയന് കൂട്ടി വീട്ടുവരമ്പേ പോകുമ്പോ വീട്ടുവരമ്പത്തൊരു ജനത്തണ്ടൻ, ആ ജനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് വാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുപടി പോലൊരു കുറുപടി കൊണ്ട് എന്റെ അമ്മോസന് വന്നേ.
ശ്യാമേ, എന്താ ഇത്? റിമി ടോമിയുടെ ശരിക്കും ഒരു മെയിൽ വേർഷൻ പോലെ ഉണ്ട്. കാരണം ഡാൻസ് ചെയ്തുകൊണ്ട് പാട്ട് പാടുക എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതില് ലിറിക്സ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് കേൾക്കാൻ പറ്റി. പക്ഷെ എന്തായാലും സൂപ്പർ ആയിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം, കാരണം ഈ ഡാൻസ് പാട്ടിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അവരാണ് പറയേണ്ടത്. ആദ്യം നമുക്ക് ചോദിക്കാം, മഹതി മാം. ശ്യാമിന് എപ്പോഴും ശ്യാമിന്റെ പെർഫോമൻസ് കാണാൻ നല്ലൊരു രസമുണ്ടാവും. ടോട്ടലി ശ്യാമിനെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഞങ്ങൾ എന്താണ് എക്സ്പ്രഷൻ, അതൊന്നും കെയർ ചെയ്യില്ല ശ്യാം. അല്ലേ ശ്യാം? ആണ് അല്ല. എനിവേസ് ഗുഡ്, നൈസ് പെർഫോമൻസ് ശ്യാം. അടിച്ചു പൊളിച്ചു. എല്ലാരും നല്ലൊരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. ഐ തിങ്ക് ഓർക്കസ്ട്ര സപ്പോർട്ട് ആസ് യൂഷ്വൽ. നല്ലൊരു ഗ്രൂവ്, നല്ല സോങ് സെലക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ആപ്റ്റ് സോങ്. ശ്യാം ഇടയ്ക്കിടയ്ക്ക് ബേസിക് പ്രോബ്ലം നിങ്ങൾ എല്ലാവർക്കും ഈ ഫാസ്റ്റ് ടെമ്പോ പാടുമ്പോഴത്തേക്കും വരുന്ന ഒരു പ്രശ്നം, ഒത്തിരി ത്രോ ചെയ്യുന്നുണ്ട്. ആ ത്രോ ചെയ്യുന്ന കാരണം, ആ ടെമ്പോ കാരണം ശ്രുതി എവിടെയോ ആണ്, ആഫ്രിക്ക വേറെ ഏതോ കോണ്ടിനെന്റിലൊക്കെയാണ് ശ്രുതി. ഓക്കെ, സോ ആ ഒരു പ്രിഡോമിനന്റ് പ്രോബ്ലം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആൻഡ് വോയിസ്, ഇന്ന് ശ്യാമിന് വോയിസ് ക്രാക്ക് ഉണ്ടായി. ഇതേപോലെ ഐ തിങ്ക് അതർ കണ്ടസ്റ്റൻസ് ഫാസ്റ്റ് സോങ്സ് പാടുമ്പോൾ ഈ ഗ്രൂവ് ഒന്ന് കാലപ്രമാണം ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. നാദൃഷക, ശ്യാമ സാധാരണ സ്റ്റേജിൽ ഷോസിന് പങ്കെടുക്കാറുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഡാൻസ് ചെയ്യാറുണ്ടോ? ആണോ? പ്രോത്സാഹിപ്പിക്കാറുണ്ട് എല്ലാവരും? ശ്യാമിന്റെ ഡാൻസ് നല്ല രസമായിരുന്നു. നമുക്ക് എന്താ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിന് എന്താ കാരണം വെച്ചാൽ ഒരു ഗ്രേസ് ഉണ്ട്. ആ ഒരു ശ്യാം ഇങ്ങനെ കാണിക്കുമ്പോൾ ഡാൻസ് അല്ല, എന്നാൽ ഡാൻസിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം, അതിന് ഒരു സുഖം ഉണ്ടായിരുന്നു നമുക്ക് കണ്ടിരിക്കുമ്പോൾ. പിന്നെ പാട്ട് ഈ പറഞ്ഞ പോലെ സബും ഡാൻസ് മെയിനും ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു കുഴപ്പം സംഭവിച്ചു. എവിടെയൊക്കെ ശ്വാസം പോയി, താളം പോയി. വേറെ കുഴപ്പമൊന്നുമില്ല. ശ്യാം, ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് ഡാൻസ് നിർത്തരുത് കേട്ടോ. എനിക്ക് ഇനി കാണണം കേട്ടോ. താങ്ക് യു സർ. കുപ്പുസ്വാമി സർ, அது இந்த வெங்கல பானையில சக்கக்கொட்டையை போட்டு உருட்டின மாதிரி ஒரு தாளம். அது நம்ம என்ன செய்யணும், அந்த மாதிரி பாட்டு செலக்ட் செய்யும் போது கொஞ்சம் இந்த மாதிரி இடக்கு முடக்க இல்லாத பாடல்களை நம்ம எடுக்கணும். இங்க சோறு இருக்குது, பொரியல் இருக்குது, கூட்டு இருக்குது, எல்லாம் டேஸ்ட். ஆனா இலை கிழிஞ்சு போனா பிரயோஜனம் இல்லையா? அது எல்லாம் தான் இருக்குது. ஆனா இலையில போட்டு நல்ல இலையில போட்டாதான் சாப்பாடு. கிழிஞ்சு போன இலை சாப்பாடு எனக்கு வேணாம் பாயா. இல்லைங்க, நல்ல சாம்பார் டேஸ்டா இருக்குது, நல்ல கூட்டு டேஸ்டா இருக்கு, நீயே வச்சுக்கோ. என்ன அது இலை? அப்ப இலை பெருசு இல்லை, இருந்தாலும் அந்த இலை அங்க சாப்பிடும்பொழுது அதே போல எவ்வளவு இருந்தாலும் அந்த சுருதி தாளத்துல நம்ம நிலைச்சு நிக்கணும். அதை கவனமா பார்க்கணும். அதுதான் உங்களுக்கு நல்ல பிரசன்டேஷன் நல்லா இருக்கு, கொடுக்குற விதம் இல்லையா, அது சூப்பரா. கொஞ்சம் கவனம் செலுத்திங்க. இந்த டெம்போ ஜாஸ்தியா ரொம்ப டூ ஃபாஸ்டா இருந்ததுன்னா பாடி பாருங்க, யார்ட்டையாவது பாடி கேளுங்க இது எப்படி இருக்குன்னு. அதை விட்டுட்டு வேற பாட்டு செலக்ட் செய்யலாம் இல்லையா? ஓகே, താങ്ക് യു സർ. ശ്യാം, ഞാനൊരു ഓഡിയൻസ് എന്നുള്ള രീതിയിലാണ് ആസ്വദിച്ചെന്ന് പറഞ്ഞത്. അതിനകത്തുള്ള മൈനർ കറക്ഷൻസ് പോലും ഇപ്പൊ ജഡ്ജസ് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മാർക്സിലേക്കാണ് പോകാനുള്ളത്. അപ്പൊ ഇത് മാർക്സിൽ റിഫ്ലക്ട് ചെയ്യുമോ നോക്കാം. കുപ്പുസ്വാമി സർ, ഔട്ട് ഓഫ് 30 24. 24 ഔട്ട് ഓഫ് 30. മഗതി മാം 24. നാദർഷക, ഇവർ രണ്ടുപേരും 24 തന്നു, പക്ഷെ ഞാൻ 24 തന്നെ. താങ്ക് യു ജഡ്ജസ്. അപ്പോൾ ഔട്ട് ഓഫ് 90 72 മാർക്സ്. ഇപ്പോൾ പെർഫോമൻസ് കുറച്ചൊന്ന് മുമ്പിലായി പോയി എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ പാട്ടും പെർഫോമൻസും ഒരുപോലെ തന്നെ, രണ്ടും കുറഞ്ഞു പോകാതെ രണ്ടും ഒരുപോലെ തന്നെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ശ്യാമിന്റെ ഒരു മനോഹരമായ പെർഫോമൻസ് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ കാത്തിരിക്കുന്ന ആ നല്ല പെർഫോമൻസ് ആണ്. നമുക്കറിയാം, ഈ 3 കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസ് കഴിഞ്ഞ് നമ്മൾ ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ജഡ്ജിന്റെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. ആരുടെയാണ് അത്, ഏത് പെർഫോമൻസ് ആണെന്നൊക്കെ അറിയാൻ കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുമ്പ് ഒരു കാര്യം പ്രോമിസ് ചെയ്തിരുന്നു, നമ്മുടെ ഒരു ജഡ്ജിന്റെ പെർഫോമൻസ് ഉണ്ടെന്ന്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് അടിപൊളി പെർഫോമൻസ് കാണാം.
என் மச்சானின் சேனைகளா மஞ்ச குருவிகளா என் மச்சானின் சேனைகளா மாலை கொண்டு வாரியடா ஒரு மாலை கொண்டு வாரியடா என் மன்னவர கண்டியடா சிட்டு குருவிகளா என் சிங்கார சேனைகளா சிட்டு குருவிகளா என் சிங்கார செல்லங்களா சேரு கொண்டு வாரியடா சேரு கொண்டு வாரியடா என் சீமான கண்டியடா காணே கரிசலிலே நித்தம் காணமிடும் பூங்குயிலே காணே கரிசலிலே நித்தம் காணமிடும் பூங்குயிலே போன இடத்திலெல்லாம் இங்க போன இடத்திலெல்லாம் என் பொன்னார கட்டியடா வண்ணத்து பூச்சியடா இங்கே வட்டமிடும் தேனியடா வண்ணத்து பூச்சிகளா இங்கே வட்டமிடும் தேனிகளா கண்ணாட்டி வாடுறேன்னு இந்த கண்ணாட்டி வாடுறேன்னு அவரை கண்ணாக்கா சொல்வீகள் பூக்களா கூடு கட்டி மரத்தில் தொங்குகிற குருவிகளா பூக்களா கூடு கட்டி மேலே தொங்குகிற குருவிகளா பார்த்தாக்கா மாமங்கிட்டு என்ன பார்த்த விதம் சொல்வீங்களா ஹே! தக்குத்தி குருவிகளா தக்குத்தி காத்திகளா அவர் தெம்மாங்க கட்டிகளா தக்குத்தி காத்திகளா இவர் தெம்மாங்க கட்டிகளா பக்கத்தில் அவரை கண்டா என்ன பார்த்த விதம் சொல்வீங்களா தானே தானே தன்னு அரே தானே தானே தன்னு தையாரையா அரே தானே தானே தையா ஒடே தானே தானே தன்னு அரே தானே தானே தன்னு தானே தானே தன்னு அரே தானே தானே தன்னு அப்படி தானே தானே தன்னு அரே தானே தானே தன்னு മിന്നാമിനിങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറിയുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മൾ ഇന്ന് സുരേഷിന്റെയും ശ്യാമിന്റെയും ഗൗരിയുടെയും ഒക്കെ മനോഹരമായ പെർഫോമൻസ് കണ്ടു. അതിനുശേഷം നമ്മുടെ ജഡ്ജിന്റെ സ്പെഷ്യൽ പെർഫോമൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു ഓഡിറ്ററി ഒരു ട്രീറ്റ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകരും എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിന്നാമിനിങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറിയുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.